സെവൻസിൽ ഒരുപാട് വർഷമായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണേ. മുൻപ് FC കൊണ്ടോട്ടി ടീമിന് വേണ്ടിയിട്ട് ഒരു 4 വർഷം കളിച്ചു. അതിന് ശേഷം ഇപ്പോൾ 15 വർഷമായി ഫിഫ മഞ്ചേരി എന്ന് പറയുന്ന ടീമിന് വേണ്ടിയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഫിഫൻ്റെ റൂൾസിലോ അല്ലെങ്കിൽ ഒരു കാഫെ അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ്റെ റൂൾസിലോ ഒന്നിലും തന്നെ സെവൻസ് എന്ന് പറയുന്ന ഒരു ഗെയിം ഇല്ല. 9s or 11s പിന്നെ അങ്ങനത്തെ കളികൾ മാത്രമേ ഉള്ളൂ. കേരളത്തിൽ വളരെ സുലഭമായിട്ടുള്ളൊരു കളിയാണ് ഈ സെവൻസ് എന്ന് പറയുന്നത്. ഏതുണ്ടട കാൽപന്തല്ലാതെ ഊറ്റം കൊള്ളാൻ വല്ലാതെ, ഏതുണ്ടട കാൽപന്തല്ലാതെ ഊറ്റം കൊള്ളാൻ വല്ലാതെ. മുൻപ് സെവൻസ് മൈതാനങ്ങളിൽ കൂടുതൽ ഇത്രയും ക്രൗഡോ അല്ലെങ്കിൽ ഇത്രയും പിന്തുണയോ ഒന്നും അങ്ങനെ കൂടുതൽ ഗ്രൗണ്ടിലും അങ്ങനെ ഉണ്ടായിട്ടില്ല. വളരെ ചുരുക്കം ഗ്രൗണ്ടിൽ മാത്രമേ ഇങ്ങനത്തെ ഒരു ജനപങ്കാളിത്തം ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഇന്ന് കേരളത്തിൽ ഒട്ടാകെ കേരളം മൊത്തത്തിൽ ഈ സെവൻസിനെ ഏറ്റെടുത്ത് സെവൻസ് മൈതാനങ്ങളിലും ജനങ്ങളെ നിറഞ്ഞ പിന്തുണയാണ് സെവൻസിന് ലഭിക്കുന്നത്. പന്തിനുള്ളിൽ കാറ്റ്, നെഞ്ചിനുള്ളിൽ നീറ്റ്, പന്തിനുള്ളിൽ കാറ്റ്, നെഞ്ചിനുള്ളിൽ നീറ്റ്, കാലറിയിലത ബെറ്റ്, കാലറിയിലത ബെറ്റ്, വെളുക്കുവോളം ഉറക്കമറ്റ് കളി കാണുന്നൊരു കൂറ്റ്. പക്ഷേ പല ഗ്രൗണ്ടിലും ഈ എന്താ പറയുക കൂടുതൽ ക്രൗഡ് കൂടുതൽ ആളുകൾ വരുന്നത് കാരണം നേരത്തെ തന്നെ ഇപ്പോൾ ടിക്കറ്റ് ക്ലോസ് ചെയ്യുകയും അതുമൂലം ഒരുപാട് ദൂരത്ത് നിന്ന് മാച്ച് കാണാൻ വേണ്ടിയിട്ട് വരുന്ന ആളുകൾക്ക് ഇന്ന് പല സാഹചര്യത്തിലും മാച്ച് കാണാൻ സാധിക്കുന്നില്ല. മുൻപ് എത്ര ആളുകൾ വന്നിട്ടുണ്ടെങ്കിലും മാച്ച് കാണാനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഏതുണ്ടട കാൽപന്തല്ലാതെ ഊറ്റം കൊള്ളാൻ വല്ലാതെ, മുൻപത്തേനെ അപേക്ഷിച്ച് ഒരുപാട് ടൂർണമെന്റുകൾ ഇന്ന് കേരളത്തിൽ എല്ലാ ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. മുൻപെന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കം ടൂർണമെന്റുകൾ മാത്രമേ നടന്നിട്ടുള്ളൂ. പക്ഷേ ഇന്ന് കേരളത്തിൽ എല്ലാ ഭാഗത്തും 14 ജില്ലകളിൽ ഒട്ടുമിക്ക ജില്ലകളിലും ഇന്ന് സെവൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കിനാവ് കൊണ്ടൊരു കളിമുറ്റം, വിദൂരമേതോ ദേശം, ആ കിനാവിലാർത്തിരമ്പുമോ നാളെ. ഇന്ന് ഫുട്ബോളിൽ നമുക്ക് പിന്നെ ഒരുപാട് ചാൻസ് ഉണ്ട്, ഒരുപാട് സാധ്യതകൾ. മുൻപ് ഞങ്ങളൊക്കെ കളിച്ച സമയത്ത് ഈ അക്കാദമികൾ അല്ലെങ്കിൽ ഇങ്ങനെ ക്യാമ്പുകൾ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് സാഹചര്യങ്ങളായി. നാട്ടിൽ ആർട്ടിഫിഷ്യൽ ഗ്രൗണ്ടുകൾ ഒരുപാട് വന്ന്, പിന്നെ അതുമൂലം ഒരുപാട് അക്കാദമികൾ വന്ന്, അക്കാദമി ബേസ് ചെയ്തിട്ട് ഒരുപാട് ക്യാമ്പ്, ഓരോ ഏജ് കാറ്റഗറിയിൽ ഒരുപാട് ക്യാമ്പുകളും ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാമ്പുകൾ. ഈ മുൻപത്തേനേക്കാൾ കൂടുതലായിട്ട് ഇപ്പോൾ അക്കാദമി ബേസ് ചെയ്തിട്ടൊക്കെ ഒരുപാട് പ്ലേയേഴ്സുകൾ പിന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ ഓരോ ടീമിലേക്കും പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ലഹരി പദാർത്ഥത്തിനും മറ്റുള്ളതിനൊക്കെ അഡിക്റ്റ് ആവുന്നത് കാരണം ഗ്രൗണ്ടിലേക്ക് പ്രാക്ടീസ് കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് മറ്റുള്ള മേഖലയ്ക്ക് തിരിയാനുള്ള ഒരു കൂടുതൽ ടെൻഡൻസി മാറിക്കിട്ടും. ഇപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ ഗ്രൗണ്ടിൽ കൊണ്ടിട്ട് മക്കൾ പ്രാക്ടീസും കാര്യങ്ങളും ആകുമ്പോൾ അവർക്ക് ഫിറ്റ്നസ് കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ മറ്റുള്ള ദുശ്ശീലങ്ങളൊന്നും ഉണ്ടാവില്ല. ഇന്ന് ചെറിയ പ്രായത്തിൽ തന്നെ മൊബൈലിനും മറ്റുള്ള കാര്യത്തിനൊക്കെ അഡിക്റ്റഡ് ആവുന്ന ചെറിയ മക്കൾ, അവർക്ക് അതൊക്കെ ഒന്ന് മാറിക്കിട്ടിട്ട് അവരുടെ എന്താ പറയുക ഒന്ന് റിലാക്സ് ആയിട്ട് പിന്നെ ഫിസിക്കലി മെൻ്റലി എല്ലാം കൊണ്ടും ഫിറ്റ് ആവാൻ പറ്റിയൊരു മേഖലയാണ്. കുറ്റിരുട്ടത്ത് ചൂട്ടായി